പ്രീതികര സുഹൃത്തുക്കളെ എല്ലാവർക്കും വേണ്ടിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തിലെ ബ്രിട്ടീഷ് വൈസ്രോയിമാരെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിന്റെ 9ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. തുടങ്ങിയാലോ? യെസ്. ചെംസ്ഫോർഡ് പ്രഭു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിൻഡോ സെക്കൻഡിനെ കുറിച്ചും അതോടൊപ്പം ഹാർഡിഞ്ച് സെക്കൻഡിനെ കുറിച്ചും പഠിച്ചു. ഇന്ന ദിവസം ചെംസ്ഫോർഡിന്റെ കാലഘട്ടം 1916 മുതൽ 21 വരെ. 1916 ചെംസ്ഫോർഡ് പ്രഭുവിന്റെ കാലഘട്ടത്താണ് ഡി കെ കാർവേയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല പൂനെയിൽ സ്ഥാപിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല. ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല എവിടെയാ? കൽക്കട്ടയിൽ അല്ലെ. 1857 വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ രൂപീകരിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല എവിടെയാണ്? പൂനെയിലാണ്. ആരുടെ കാലഘട്ടത്ത്? ചെംസ്ഫോർഡ് പ്രഭുവിന്റെ കാലഘട്ടത്ത്. ആരാണ് ആരംഭിക്കുക? ഡി കെ കാർവേ. ഈ പൂനെയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയുടെ പേര് അല്ലെങ്കിൽ നാമം ഇതാണ്: ശ്രീമതി നാദിഭായ് ദാമോദർ താക്കറെ വിമൻസ് യൂണിവേഴ്സിറ്റി, SNDT. ശ്രീമതി നാദിഭായ് ദാമോദർ താക്കറെ വിമൻസ് യൂണിവേഴ്സിറ്റി എന്നാണ് ഔദ്യോഗികമായ പേര്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതെന്ന് ചോദിക്കാം. 1916. എവിടെയെന്ന് ചോദിക്കാം. പൂനെയിൽ. ആരാണ് ആരംഭിച്ചതെന്ന് ചോദിക്കാം. ഡി കെ കാർവേ. ഏതാണെന്ന് ചോദിക്കാം. ശ്രീമതി നാദിഭായ് ദാമോദർ താക്കറെ വനിതാ സർവകലാശാല. ഏത് വൈസ്രോയുടെ കാലഘട്ടത്തിൽ നിന്ന് ചോദിക്കാം. ചെംസ്ഫോർഡ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ ചെംസ്ഫോർഡ് പ്രഭു കാലയളവ് 1916 മുതൽ 21 വരെ. ചെംസ്ഫോർഡ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ 1916 ഡി കെ കാർവേയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല പൂനെയിൽ സ്ഥാപിച്ചു. അതിന്റെ ഔദ്യോഗിക പേര് ശ്രീമതി നാദിഭായ് ദാമോദർ താക്കറെ വിമൻസ് യൂണിവേഴ്സിറ്റി എന്നാണ്. 1916 ബാലഗംഗാധര തിലകനും ആനി ബെസന്റും എന്താരംഭിച്ചു? ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു. ഈ ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്വയം ഭരണം. ഹോം റൂൾ എന്ന ആശയം എടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് കേട്ടോ. നമ്മൾ ഹോം റൂൾ പ്രസ്ഥാനം വിശദമായി ദേശീയ പ്രസ്ഥാനം പഠിക്കും. എങ്കിലും ചെറിയൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഹോം റൂൾ എന്ന ആശയം എടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ഐറിഷ് ചരിത്രത്തിൽ നിന്ന് പറയും. നമുക്കറിയാം ഈസ്റ്റർ കലാപമൊക്കെ അയർലൻഡുമായി ബന്ധപ്പെട്ടതാണ്. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ്. 1ാം ലോക മഹായുദ്ധ കാലഘട്ടത്ത് ലോകത്ത് ഏകദേശം 80% കോളനികളും നടത്തിയിരുന്നത് ബ്രിട്ടനാണ്. ആ സമയത്ത് കോളനികളിൽ പ്രതിഷേധിച്ചാൽ ബ്രിട്ടീഷ് സൈനികർക്ക് അത് നിയന്ത്രിക്കാൻ കഴിയില്ല. അങ്ങനെ സാഹചര്യമുണ്ടായാൽ 1ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ തന്നെ കോളനികൾക്ക് ബ്രിട്ടൻ സ്വാതന്ത്ര്യം നൽകാൻ തയ്യാറാകും എന്നൊരു ചിന്തയാണ് ഹോം റൂൾ പ്രസ്ഥാനം അയർലൻഡിൽ ആരംഭിക്കാൻ കാരണം. ഐറിഷ് വനിതയായ ആനി ബെസന്റ് ഇന്ത്യയിലും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ സമയത്തെ തീവ്രവാദികളുടെ ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലകൻ. തിലകനെ സമീപിച്ചിട്ട് ഈ ഒരു ആശയം അവതരിപ്പിച്ചു. അപ്പോ തിലകൻ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. അങ്ങനെ ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ വടക്കേ ഇന്ത്യയിൽ ഈ ഒരു ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മഹാരാഷ്ട്രയിലെ പൂനെ ആസ്ഥാനമാക്കി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. കൃത്യമായി പറഞ്ഞാൽ 1916 ഏപ്രിൽ മാസമാണ്. തുടർന്ന് തെക്കേ ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആശയം പ്രചരിപ്പിക്കുവാൻ 1916 സെപ്റ്റംബറിൽ ആനി ബെസന്റും ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം ഇതാണ്: സ്വയം ഭരണം, അഥവാ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഭരണം സ്ഥാപിക്കണം. ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ എല്ലാ ജനങ്ങളെയും ഭരിക്കാൻ അനുവദിക്കാൻ പറ്റുമോ? ഇല്ല. ജനങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കണം. ശരിയാണ്. ഇതിന് നമുക്ക് ജനാധിപത്യം എന്ന് പറയാം, ഉത്തരവാദിത്ത ഭരണം എന്ന് പറയാം. റെസ്പോൺസിബിൾ ഗവൺമെന്റ്, ഉത്തരവാദിത്ത ഭരണം. അപ്പോൾ ഇന്ത്യയിൽ 1916 ബാലഗംഗാധര തിലകനും ആനി ബെസന്റിന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇന്ത്യയിൽ സ്വയംഭരണം സ്ഥാപിക്കുക, അഥവാ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുക, അഥവാ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. സ്വയംഭരണം
അഥവാ ഉത്തരവാദിത്വ ഭരണം അഥവാ റെസ്പോൺസിബിൾ ഗവൺമെന്റ്. ജനപ്രതിനിധികൾ ഭരണം. ജനപ്രതിനിധികൾ എങ്ങനെ തിരഞ്ഞെടുക്കും? ജനാധിപത്യത്തിലൂടെ. അപ്പോൾ ഈ മൂന്നും ഒരേ ആശയമാണ്. സ്വയംഭരണം അഥവാ ഉത്തരവാദിത്വ ഭരണം അഥവാ ജനാധിപത്യ ഭരണം സ്ഥാപിക്കണം. അങ്ങനെ ഇന്ത്യ ഒട്ടാകെ ഈ ഒരു ആശയം പ്രചരിക്കപ്പെടുകയാണ്. ഓക്കെ, അങ്ങനെ ആശയം പ്രചരിച്ചു. ഒന്നാം ലോക മഹായുദ്ധം അപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബ്രിട്ടൻ കോളനി, ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു കോളനിയാണ് അല്ലെ. കോളനിയിലെ പ്രതിഷേധം ഒരു പരിധിവരെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, അതവിടെ നിൽക്കാം. 1917 സാറ്റ്ലർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. എന്തിനാണ്? സർവകലാശാലകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ നമുക്കൊന്ന് ഓർത്തു നോക്കാം. മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് 1834 വില്യം ബെന്റിക് പ്രഭുവിന്റെ കാലഘട്ടത്ത്. റിപ്പോർട്ട് സമർപ്പിച്ചത് 1835. അത് മെക്കാളെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്നു. വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ 1854 നിയമിച്ചത് ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടം. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ 1882 റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. ഇവിടെ സാറ്റ്ലർ വിദ്യാഭ്യാസ കമ്മീഷൻ 1917 ആരുടെ കാലഘട്ടത്ത്? ചെംസ്ഫോർഡ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. ഇത് നാലും മറക്കരുത്. അപ്പൊ 1917 സാറ്റ്ലർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. എന്തിനു വേണ്ടി? സർവകലാശാലകളെ കുറിച്ച് പഠിക്കുക. അപ്പോഴും ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയിലെ പ്രതിഷേധം അല്ലെങ്കിൽ ഹോം റൂൾ എന്ന ആവശ്യം, ഉത്തരവാദിത്വ ഭരണം എന്ന ആവശ്യം പിന്തുടർന്നാൽ ഞങ്ങൾക്ക് ലോകമഹായുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ലെന്ന സാഹചര്യം വന്നപ്പോൾ അപ്പോഴത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന എഡ്വിൻ സാമുവൽ മൊണ്ടേഗു, നമ്മൾ മൊണ്ടേഗു എന്നാണ് ചുരുക്കി പറയുക, അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് എഡ്വിൻ സാമുവൽ മൊണ്ടേഗു, ഓഗസ്റ്റ് ഡിക്ലറേഷൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. എന്നാൽ 1917 ഓഗസ്റ്റ് മാസം 20-ാം തീയതി 1917 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ഓഗസ്റ്റ് ഡിക്ലറേഷൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരായിരുന്നു? അപ്പോഴത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന എഡ്വിൻ സാമുവൽ മൊണ്ടേഗു. എന്തായിരുന്നു അതിൽ പറഞ്ഞത്? ഇന്ത്യയിൽ ഉത്തരവാദിത്വ ഭരണം നടപ്പിലാക്കും. 2, ദ്വിഭരണം നടപ്പിലാക്കും. ദ്വിഭരണം എന്ന് പറഞ്ഞു എന്തൊക്കെയാണ്? 1, കേന്ദ്രീകൃത ഭരണ സംവിധാനവും 2, പ്രവിശ്യാതല ഭരണ സംവിധാനവും. ഇന്ത്യയിൽ ഉത്തരവാദിത്വ ഭരണം നടപ്പിലാക്കുമെന്നും ദ്വിഭരണം നടപ്പിലാക്കും, അതായത് കേന്ദ്രീകൃത ഭരണവും പ്രവിശ്യാതല ഭരണവും ദ്വിഭരണം നടപ്പിലാക്കുമെന്നും പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്നാണ് ഓഗസ്റ്റ് ഡിക്ലറേഷൻ? 1917 ഓഗസ്റ്റ് മാസം 20-ാം തീയതി. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരും, അത് 1940 ഓഗസ്റ്റ് 8 ആയിരുന്നില്ലേ? അതെന്താണടാ? ഓഗസ്റ്റ് ഓഫർ ആയിരുന്നു. മലയാളവൽക്കരിച്ചാൽ അത് ഓഗസ്റ്റ് വാഗ്ദാനം. ഓഗസ്റ്റ് വാഗ്ദാനം അഥവാ ഓഗസ്റ്റ് ഓഫർ ആണ് 1940 ഓഗസ്റ്റ് 8-ന്. ഇതെന്താണ്? ഓഗസ്റ്റ് ഡിക്ലറേഷൻ. മലയാളവൽക്കരിച്ചാൽ ഓഗസ്റ്റ് വിളംബരം. ഓഗസ്റ്റ് ഡിക്ലറേഷൻ അഥവാ ഓഗസ്റ്റ് വിളംബരം 1917 ഓഗസ്റ്റ് 20-ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഈ പ്രഖ്യാപനം നടത്തിയത്, ഈ ഡിക്ലറേഷൻ നൽകിയത് അപ്പോഴത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ എഡ്വിൻ സാമുവൽ മൊണ്ടേഗു. എന്താ പറഞ്ഞേ? 2 കാര്യങ്ങളാ പറഞ്ഞേ. ഇന്ത്യയിലെ ഉത്തരവാദിത്വ ഭരണം നടപ്പിലാക്കും, 2, ദ്വിഭരണം നടപ്പിലാക്കും. ഈ 2 കാര്യങ്ങളും അല്ലെങ്കിൽ ഓഗസ്റ്റ് ഡിക്ലറേഷനിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പാസ്സാക്കപ്പെട്ട നിയമമായിരുന്നു 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഭരണസംബന്ധമായ കാര്യമായതുകൊണ്ട് അതിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് വിളിച്ചു. ആ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി എഡ്വിൻ സാമുവൽ മൊണ്ടേഗു തന്നെ, ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വിൻ സാമുവൽ മൊണ്ടേഗു തന്നെ, വൈസ്രോയി എന്ന് പറയുന്നത് ചെംസ്ഫോർഡ്. അതുകൊണ്ട് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് വിളിച്ചു. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ക്ലിയർ ആണ്? അപ്പൊ 1917 ഓഗസ്റ്റ് 20-ന് ഓഗസ്റ്റ് ഡിക്ലറേഷൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് അപ്പോഴത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ എഡ്വിൻ സാമുവൽ മൊണ്ടേഗു. 2 കാര്യങ്ങളാ പറഞ്ഞേ. 1, ഇന്ത്യയിലെ ഉത്തരവാദിത്വ ഭരണം നടപ്പിലാക്കുക, 2, ദ്വിഭരണം നടപ്പിലാക്കുക, കേന്ദ്രീകൃത ഭരണ സംവിധാനവും പ്രവിശ്യാതല ഭരണ സംവിധാനവും. ഇത് പ്രകാരം പാസ്സാക്കപ്പെട്ട നിയമമാണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ അൺഒഫീഷ്യലി, അനൌദ്യോഗികമായി നമ്മൾ എന്തെന്ന് വിളിച്ചു? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് വിളിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഉത്തരവാദിത്വ ഭരണം നടപ്പിലാക്കാൻ ശ്രമിച്ചു, ദ്വിഭരണം നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചു. അത് രണ്ടും PSCയുടെ ചോദ്യമാണ്.
ഇന്ത്യയിൽ ആദ്യമായി ഉത്തരവാദിത്വ ഭരണം നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഏത് നിയമം അനുസരിച്ച്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച്. ഇന്ത്യയിൽ ആദ്യമായി വിഭരണം ആരംഭിച്ചത് ഏത് നിയമം അനുസരിച്ച്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച്. ശരിയാണ്. ഇനി ഉത്തരവാദിത്വ ഭരണം നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജനാധിപത്യമാണ് അല്ലെ? ജനങ്ങളുടെ പ്രതിനിധികളെ ഭരണത്തിൽ പങ്കാളിയാക്കുക. അങ്ങനെ 1920 ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചതും ഈ 19 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയതും ഈ 19 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. 1919 റൗലത്ത് നിയമം നടപ്പിലാക്കി. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടായതും ആരുടെ കാലഘട്ടത്തിൽ തന്നെ? നമ്മുടെ ചെംസ്ഫോർഡ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. 1919 ഏപ്രിൽ 13 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കുവാൻ ഹണ്ടർ അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. അപ്പോൾ ഹണ്ടർ കമ്മീഷൻ രണ്ടെണ്ണം ഉണ്ടല്ലേ? 1882 റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്ത് ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. അതിന്റെ അധ്യക്ഷനും ഹണ്ടറാണ്. 1919 ഹണ്ടർ കമ്മീഷനെ നിയമിച്ചു. ഈ ഹണ്ടർ കമ്മീഷൻ എന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ്. ജാലിയൻ വാലാബാഗ് വിശദമായി നമ്മൾ പഠിക്കും. റൗലത്ത് നിയമം വിശദമായി പഠിക്കും. എങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണം അത് ബ്രിട്ടീഷുകാരല്ല, ഇന്ത്യക്കാരായ ജനങ്ങൾ പ്രക്ഷോഭകരമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നായിരുന്നു ആരുടെ റിപ്പോർട്ട്? ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട്. അത് ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഇന്ത്യക്കാരാണ് തെറ്റ് ചെയ്തത് എന്നായിരുന്നു റിപ്പോർട്ട്. അതുകൊണ്ട് ഈ ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ വെള്ളപൂശൽ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഗാന്ധിജി ആയിരുന്നു. ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ വെള്ളപൂശൽ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റിനെ മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ടായിരുന്നു ഹണ്ടർ കമ്മീഷൻ എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? ഗാന്ധിജി. ഓക്കെ. അപ്പൊ 1919 റൗലത്ത് നിയമം നടപ്പിലാക്കി. എന്താണ് ഈ റൗലത്ത് നിയമം എന്ന് പറയുമ്പോൾ? അനാർക്കിയൽ ആൻഡ് ക്രൈം റവല്യൂഷണറി ആക്ട് എന്നാണ് നമ്മൾ പറയുക. അതായത് ഇന്ത്യയിലെ വിപ്ലവകാരികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി, ഇന്ത്യയിലെ വിപ്ലവകാരികൾ ചെയ്യുന്ന അക്രമം അടിച്ചമർത്തുന്നതിന് വേണ്ടി പാസ്സാക്കിയ നിയമമാണ് റൗലത്ത് നിയമം. ഇന്നത്തെ ഒരു ഉദാഹരണമായി പറഞ്ഞാൽ ഗുണ്ട ആക്ട് പോലെ. എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരെ വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാൻ കഴിയും. 2 വർഷം വരെ തടവിൽ വയ്ക്കാൻ കഴിയും. ആ കാലഘട്ടത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികളാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ആരാണ് പ്രശ്നക്കാര്? വിപ്ലവകാരികളായ ഇന്ത്യക്കാരാണ്. അവർ ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നു, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? അത് ക്രൈമാണ് അല്ലെ? അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിലാക്കാൻ കഴിയുന്ന നിയമമായിരുന്നു റൗലത്ത് നിയമം. അതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചു. ആ ജനങ്ങളുടെ പ്രതിഷേധമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. ആ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് ഒരു തെറ്റൊന്നും ഇല്ല എന്നായിരുന്നു. അതുകൊണ്ടാണ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ ഗാന്ധിജി എന്തെന്ന് വിളിച്ചത്? വെള്ളപൂശൽ, വൈറ്റ് വാഷ് എന്ന് വിളിച്ചത്. ഓക്കെ അല്ലെ? ഒന്നുകൂടെ നമുക്ക് വിഷയം ചെയ്താൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. ചെംസ്ഫോർഡ് പ്രഭു 1916 മുതൽ 21 വരെ ഇന്ത്യയുടെ വൈസ്രോയിയായി സേവനം ചെയ്തു. 1916 DK കാർവെയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല പൂനെയിൽ സ്ഥാപിച്ചു. അതിന്റെ പേര് ശ്രീമതി നാദിഭായ് ദാമോദർ താക്കറെ വനിതാ സർവകലാശാല എന്നായിരുന്നു. 1916 ബാലഗംഗാധര തിലകനും ആനി ബെസന്റിന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു. 1917 സാറ്റ്നർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. എന്തിനെക്കുറിച്ച് പഠിക്കാൻ? സർവകലാശാലകളെ കുറിച്ച് പഠിക്കാൻ. 1917 ഓഗസ്റ്റ് 20 ഓഗസ്റ്റ് ഡിക്ലറേഷൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് അപ്പോഴത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ എഡ്വിൻ സാമുവൽ മൊണ്ടേഗു. ആ ഓഗസ്റ്റ് ഡിക്ലറേഷനിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയിൽ ഉത്തരവാദിത്വ ഭരണം നടപ്പിലാക്കും, 2 വിഭരണം നടപ്പിലാക്കും. ഇവ രണ്ടും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് പാസ്സാക്കപ്പെട്ട നിയമമാണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അനൗദ്യോഗികമായി നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് വിളിച്ചു. PSC സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യയിൽ ദ്വിഭരണം നടപ്പിലാക്കാൻ കാരണമായ ആദ്യ നിയമം ഏത്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം അല്ലെങ്കിൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിൽ ഉത്തരവാദിത്വ ഭരണം നടപ്പിലാക്കിയത് ഏത് നിയമം അനുസരിച്ച്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച്. അതിന് കാരണമായ പ്രഖ്യാപനം എന്താണ്? ഓഗസ്റ്റ് ഡിക്ലറേഷൻ. ഓഗസ്റ്റ് ഡിക്ലറേഷന് കാരണമായ പ്രക്ഷോഭം എന്തായിരുന്നു? ഹോം റൂൾ പ്രസ്ഥാനം. ഓഗസ്റ്റ് ഡിക്ലറേഷന് കാരണമായ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഹോം റൂൾ പ്രസ്ഥാനമാണ്, മറക്കരുത്. ഓക്കെ. 1919 റൗലത്ത് നിയമം നടപ്പിലാക്കി ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട്.
അതിനെതിരെ പ്രതിഷേധിച്ച സാധാരണക്കാരായ ജനങ്ങളെ കൂട്ടക്കൊല നടത്തിയതാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കുവാൻ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചു. ഈ ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടാണ് റിപ്പോർട്ട് നൽകിയത്. അതുകൊണ്ട് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ ഗാന്ധിജി എന്നാണ് വിശേഷിപ്പിക്കുക, വെള്ള പൂശൽ എന്ന് വിശേഷിപ്പിച്ചു. ക്ലിയർ ആണേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു, പ്രത്യേകിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിക്കുമ്പോൾ ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ്. 1920 ചേംബർ ഓഫ് പ്രിൻസ് എന്ന സമിതി രൂപീകരിച്ചു, അഥവാ നരേന്ദ്രമണ്ഡലം എന്നാണ് ഇത് അറിയപ്പെടുക. ചേംബർ ഓഫ് പ്രിൻസ്, അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഉത്തരവാദിത്ത ഭരണം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പ്രതിനിധികൾ ഭരണത്തിൽ പങ്കാളിയാവുക എന്നതാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്നാണോ ഇലക്ഷന് തീരുമാനിക്കുന്നത് അന്ന് ഇലക്ഷൻ നടത്താം എന്നതായിരുന്നു കാഴ്ചപ്പാട്. പക്ഷെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ ഇലക്ഷന് തയ്യാറായില്ല. ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിന് തയ്യാറായോ? തയ്യാറായില്ല. അതുകൊണ്ട് ഭരണത്തിൽ ജനങ്ങളെ പങ്കാളിയാക്കാൻ കഴിയുന്നുണ്ടോ? ഉത്തരവാദിത്വ ഭരണം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഇത് പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞ ഉത്തരവാദിത്വ ഭരണം, അതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ തുടങ്ങിയവ നടപ്പിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് 1927 സൈമൺ കമ്മീഷനെ നിയമിക്കുന്നത്. ശരിയല്ലേ? എന്തിനാണ് സൈമൺ കമ്മീഷൻ രൂപീകരിക്കുന്നത്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പരിശോധിക്കുവാൻ. അങ്ങനെ സൈമൺ കമ്മീഷൻ എന്ത് ചെയ്യുന്നു? ഇലക്ഷൻ നടത്താൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അനുമതി നൽകാത്തെ, അതുകൊണ്ടാണ് ഉത്തരവാദിത്വ ഭരണം നടപ്പിലാക്കാൻ കഴിയാത്തെ. ഇന്ത്യയിലേക്ക് വരികയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുമായി സംസാരിക്കുവാൻ, ചർച്ച ചെയ്യുവാൻ. എന്താണ് ഇനി കൂടുതലായി ചെയ്യേണ്ടത്? ഈ 19 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ ഉത്തരവാദിത്വ ഭരണം നടപ്പിലാക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യുന്നു? അതിനെതിരെയും പ്രതിഷേധിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രതിഷേധിക്കുന്നു. അല്ലെ? അപ്പൊ 1927 സൈമൺ കമ്മീഷൻ രൂപീകരിച്ചു. 28 ഇന്ത്യയിലേക്ക് വന്നു. അവിടെയും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്തില്ല. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അനുമതി ആഗ്രഹിച്ചു നിന്നാൽ ഇനി അത് നടക്കത്തില്ല. എന്ത് ചെയ്യൂ? നമുക്ക് തന്നെ എന്ത് ചെയ്യാം? അത് നടപ്പിലാക്കാൻ ശ്രമിക്കാം. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അനുമതി ഇല്ലാതെ തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കാമെന്ന് റിപ്പോർട്ട് കൊടുത്തു. ഇതൊക്കെ നമ്മൾ പിന്നീട് നാഷണൽ മൂവ്മെന്റ് പഠിക്കും കേട്ടോ. ടെൻഷനൊന്നും വേണ്ട. എങ്കിലും ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. അങ്ങനെ ആ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ചിലപ്പോൾ അവര് പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം, നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഒരു മേശയ്ക്ക് ചുറ്റി വരുന്ന ചർച്ച ചെയ്ത് നോക്കാം. അങ്ങനെ ഈ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യുവാൻ. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താ ഉള്ളത്? ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അനുമതിയോടുകൂടി ഉത്തരവാദിത്വ ഭരണം നടപ്പിലാക്കാൻ കഴിയില്ല, അല്ലാതെ നടപ്പിലാക്കുന്നതായിരിക്കും നല്ലതെന്നായിരുന്നു റിപ്പോർട്ട്. അക്കാര്യം പരിശോധിക്കാൻ വേണ്ടിയിട്ട്, അക്കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുമായി അന്തിമമായിട്ട് റാംസെ മക്ഡൊണാൾഡ് ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് വട്ടമേശ സമ്മേളനം. പക്ഷേ ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും വട്ടമേശ സമ്മേളനത്തിന് ബഹിഷ്കരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിന് പോയില്ല. രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് പോയെങ്കിൽ ബഹിഷ്കരിച്ചു. മൂന്നാം വട്ടമേശ സമ്മേളനത്തിന് പോയില്ല. അങ്ങനെ ചർച്ച എന്ത് ചെയ്തു? വട്ടമേശ സമ്മേളനം ഒരു പരാജയമായിരുന്നു എന്ന് കണക്കാക്കി. ഒടുവിൽ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞത് ശരിയാണെന്ന് ആർക്കും തോന്നി? റാംസെ മക്ഡൊണാൾഡിനും തോന്നി. അങ്ങനെ റാംസെ മക്ഡൊണാൾഡിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അതിൽ ഉത്തരവാദിത്ത ഭരണം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അനുമതി ഇല്ലാതെ തന്നെ ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചു. സാധിക്കുന്നവരും ഒന്ന് മത്സരിച്ചാൽ മതി, അതായിരുന്നു കാഴ്ചപ്പാട്. നമുക്കറിയാം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിന്റെയും വട്ടമേശ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരവും കൂടാതെ ഇന്ത്യയുടെ ഔദ്യോഗിക രേഖയായ ധവളപത്രം, വൈറ്റ് പേപ്പർ, ധവളപത്രത്തിന്റെയും അടിസ്ഥാനത്തിലാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്. അതിൽ ഉത്തരവാദിത്വ ഭരണം നടപ്പിലാക്കുന്നതിന് ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള എല്ലാ പ്രവിശ്യകളിലും ഉത്തരവാദിത്വ ഭരണം നടത്തുന്നതിന് വേണ്ടി 37 ഇലക്ഷനിലേക്ക് പോയി. അങ്ങനെ ആ സമയത്ത് ഉണ്ടായിരുന്ന 11 പ്രവിശ്യകളിലും ഇലക്ഷൻ നടത്തി മന്ത്രിസഭ രൂപീകരിച്ചു. ഇലക്ഷൻ നടത്തിയപ്പോൾ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിൽ മത്സരിക്കുകയും അതിൽ 9 എണ്ണത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഖ്യം വിജയിച്ചു, രണ്ടെണ്ണത്തിൽ മുസ്ലിം ലീഗിന്റെ സഖ്യം. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? ഭരണം സ്ഥാപിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, കണക്റ്റഡ് ആണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം, ആ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആവശ്യപ്രകാരമാണ് 1917 ഓഗസ്റ്റ് ഡിക്ലറേഷൻ. ആ ഓഗസ്റ്റ് ഡിക്ലറേഷനിൽ പറഞ്ഞ ഉത്തരവാദിത്ത ഭരണം നടപ്പിലാക്കാൻ വേണ്ടി 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അനുകൂലിക്കാത്തതുകൊണ്ട് ഇലക്ഷൻ പോലും നടന്നില്ല. അതുകൊണ്ട് സൈമൺ കമ്മീഷൻ പരിശോധിക്കാൻ വന്നു. സൈമൺ കമ്മീഷനെതിരെയും പ്രതിഷേധിച്ചു. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അനുമതിയില്ലാതെ നടപ്പിലാക്കുന്നതായിരിക്കും നല്ലത്. അത് പുനഃപരിശോധിക്കാൻ വേണ്ടി റാംസെ മക്ഡൊണാൾഡിനെ പ്രധാനമന്ത്രി വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർത്തു. അവിടെയും അലസിപ്പിരിഞ്ഞു. ഒടുവിൽ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിന്റെയും വട്ടമേശ സമ്മേളനം തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. അത് പ്രകാരമാണ് 1938 ഇലക്ഷൻ നടത്തുകയും ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ ഉത്തരവാദിത്ത ഭരണം പ്രാബല്യത്തിൽ വരികയും ചെയ്തത്. അപ്പോൾ ഉത്തരവാദിത്ത ഭരണം ആരംഭിക്കാൻ ശ്രമിച്ചത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഉത്തരവാദിത്ത ഭരണം പ്രാബല്യത്തിൽ വന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരവും. ആ ഒരു കാലഘട്ടത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി ഇലക്ഷൻ തയ്യാറായില്ല. അപ്പോൾ ഉത്തരവാദിത്ത ഭരണം നടപ്പിലാക്കാൻ പറ്റുമോ? പറ്റില്ല. ആ സാഹചര്യത്തിൽ നമ്മുടെ ചെംസ്ഫോർഡിന്റെ കാലഘട്ടത്ത് നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരിയെ വിളിച്ചു ചേർത്തു. ഞങ്ങൾ നടപ്പിലാക്കുന്ന ഭരണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം, നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ച നാട്ടുരാജാക്കന്മാരുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ ഭരണത്തിൽ പങ്കാളിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി 1920 രൂപീകരിക്കപ്പെട്ടതാണ് എന്താ? ചേംബർ ഓഫ് പ്രിൻസ് അഥവാ നരേന്ദ്രമണ്ഡൽ. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിന് തയ്യാറല്ല, എങ്കിലും ഉത്തരവാദിത്ത ഭരണം ചെറിയ രീതിയിൽ നടപ്പിലാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ച നാട്ടുരാജാക്കന്മാരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുക. അവർക്ക് എന്ത് ചെയ്യാം? ഭരണത്തിൽ സജഷൻസ് നിർദ്ദേശിക്കാം, ഭരണത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യണമെങ്കിൽ ഓഡിറ്റ് ചെയ്യാം, തുടങ്ങിയ കാര്യങ്ങൾ ആർക്കുണ്ട്? ചേംബർ ഓഫ് പ്രിൻസ് അഥവാ നരേന്ദ്രമണ്ഡലിനുണ്ട്. ഈ ചേംബർ ഓഫ് പ്രിൻസിന്റെ അഥവാ നരേന്ദ്രമണ്ഡലിന്റെ ആദ്യ യോഗം നടന്നത് 1921 ഈ നരേന്ദ്രമണ്ഡൽ അഥവാ ചേംബർ ഓഫ് പ്രിൻസ് എന്ന സമിതിക്ക് സമാനമായി സ്വതന്ത്ര ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടതായിരുന്നു പാർലമെന്ററി കമ്മിറ്റിയായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, PAC. അതുകൊണ്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുൻഗാമി എന്ന് വിളിക്കുന്നത് ഈ ചേംബർ ഓഫ് പ്രിൻസിനെയാണ്, അല്ലെങ്കിൽ നരേന്ദ്രമണ്ഡലിനെയാണ്. മനസ്സിലായോ? അപ്പോൾ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോട് കണക്റ്റഡ് ആണ് ഈ ചേംബർ ഓഫ് പ്രിൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സൈമൺ കമ്മീഷന്റെ കാര്യമൊക്കെ നമ്മൾ പഠിക്കും നാഷണൽ മൂവ്മെന്റ് പഠിക്കുമ്പോൾ. പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. ചേംബർ ഓഫ് പ്രിൻസിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും. അതിനു വേണ്ടിയിട്ടാണ് കാര്യം പറഞ്ഞത്. കേട്ടോ? സംശയം ഉണ്ടാകല്ലേ? ഓക്കെ, എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഇന്ത്യ ചരിത്രം എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ഏത് ടോപ്പിക് ആണെങ്കിലും അത് ഞാൻ സാധാരണ എപ്പോഴും പറയുന്നതാണ്. ആമ്പൽ വള്ളി പോലെ അല്ലെങ്കിൽ ന്യൂഡിൽസ് പോലെ കുഴഞ്ഞായിരിക്കണേ. അപ്പൊ നമുക്ക് ഒരു നൂലെടുക്കാൻ നോക്കിയാലും എന്ത് ചെയ്യേണ്ടി വരും? ചില നൂലുകൾ എടുത്ത് മാറ്റേണ്ടി വരും ഒരു നൂലിനെ മോചിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ ചില കാര്യങ്ങൾ എക്സ്ട്രാ പറയേണ്ടി വരും. നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. അക്കാര്യം നമ്മൾ പ്രത്യേകിച്ച് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ പഠിക്കും. ടോപ്പിക് വൈസ് ആയി പഠിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ PSCയുടെ ചോദ്യ രീതി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിപ്പിക്കണം കേട്ടോ. ആദ്യം നമുക്ക് പഠിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും നിങ്ങൾ ഒരു തവണ ഇത് പഠിച്ച് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഈ മേഖലയിൽ നിന്ന് തിരിഞ്ഞേ നോക്കണ്ട. ഏത് ചോദ്യം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ആൻസർ ചെയ്യും. അതിലൊരു ടെൻഷനും വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാം. ചെംസ്ഫോർഡ് പ്രൂഫ് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, നോട്ട് വളരെ കുറച്ചേ ഉള്ളൂ. ഓക്കെ, അതാണ് യാഥാർത്ഥ്യം. ചെംസ്ഫോർഡ് പ്രൂഫ് കാലയളവ് 1916 മുതൽ 21 വരെ. 1916 DK കാർബിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല പൂനെയിൽ സ്ഥാപിച്ചു. അതിന്റെ പേര് ശ്രീമതി നാദിഭായ് ദാമോദർ താക്കറെ വനിതാ സർവകലാശാല എന്നായിരുന്നു. 1916 ബാലഗംഗാധര തിലകനും ആനി ബെസന്റിന്റെ നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു. 1917 സാറ്റ്ലർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. എന്തിനെക്കുറിച്ച് പഠിക്കുവാൻ? സർവകലാശാലകളെ കുറിച്ച് പഠിക്കുവാൻ. അപ്പോഴും ഓർമ്മ വേണം, 1834 മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് വില്യം ബെന്റിക്കാണ്. റിപ്പോർട്ട് 35 അത് മെക്കാളെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്നു. വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ 1884 ഡൽഹൌസി പ്രൂഫിന്റെ കാലഘട്ടത്ത്. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ 1882 റിപ്പൺ പ്രൂഫിന്റെ കാലഘട്ടത്ത്. നാലാമതായി സാറ്റ്ലർ വിദ്യാഭ്യാസ കമ്മീഷൻ 1917 ചെംസ്ഫോർഡ് പ്രൂഫിന്റെ കാലഘട്ടത്ത്. 1917 ഓഗസ്റ്റ് 20 ഓഗസ്റ്റ് ഡിക്ലറേഷൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എഡ്വിൻ സാമുവൽ മൊണ്ടേഗു എന്ന അപ്പോഴത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞ. ഇന്ത്യയിൽ ഉത്തരവാദിത്ത ഭരണം നടപ്പിലാക്കും. 2,
ഡിഫറെണ്ണം നടപ്പിലാക്കും. ഈ ഉത്തരവാദിത്വ ഭരണം എന്ന ആവശ്യം ആരാണ് മുന്നോട്ട് വെച്ചത്? ഹോം റൂൾ പ്രസ്ഥാനമാണെന്നും ഓർമ്മയുണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടി പാസ്സാക്കപ്പെട്ട നിയമമാണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എന്തൊക്കെ നടപ്പിലാക്കാൻ തീരുമാനിച്ചു? ഉത്തരവാദിത്വ ഭരണം. അതിന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ നടത്താൻ തീരുമാനിക്കുക, വനിതകൾക്ക് വോട്ടവകാശം നൽകുക, 2 ദ്വിഭരണം നടപ്പിലാക്കുക. ഇത് രണ്ടും ഏത് നിയമപ്രകാരമാണ്? 19 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ദ്വിഭരണം നടപ്പിലാക്കി, പക്ഷേ പിന്നീട് 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ദ്വിഭരണം വേണ്ടാന്ന് വെച്ചു. ഉത്തരവാദിത്വ ഭരണം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അത് പരിശോധിക്കാനാണ് പിന്നീട് സൈമൺ കമ്മീഷൻ എടുക്കുക. ഉത്തരവാദിത്വ ഭരണത്തിന്റെ നടപ്പിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു പരിധിവരെ ഉത്തരവാദിത്വ ഭരണത്തിന്റെ പങ്കാളിത്തമെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുരാജാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് എന്ത് രൂപീകരിക്കുക? നരേന്ദ്രമണ്ഡൽ. അത് മനസ്സിലുണ്ടാവട്ടെ. 1919 റൗലത്ത് നിയമം നടപ്പിലാക്കി. റൗലത്ത് നിയമം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ വിപ്ലവകാരികളായ അക്രമകാരികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമായിരുന്നു. അതിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് വിശദമായി നമ്മൾ പിന്നീട് ദേശീയ പ്രസ്ഥാനം പഠിക്കുമ്പോൾ പഠിക്കും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇവിടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. കാരണം നമ്മൾ വൈസ്രോയിമാരല്ലേ പഠിക്കുന്നത്. ആ വൈസ്രോയുടെ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് മാത്രമേ പഠിക്കുന്നുള്ളൂ. വിശദമായി ബാക്കി പിന്നീട് പഠിക്കും. ഓക്കെ. 1919 ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. ഹണ്ടർ അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. എന്തന്വേഷിക്കാൻ? ജാലിയൻ വാലാബാഗ്. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നാണെന്ന് ഓർമ്മ വരണം? 1882 റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്താണെന്ന് ഓർമ്മ വരണം. ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് വെള്ളപൂശൽ. കാരണം എന്താ? ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലായിരുന്നു എന്നതായിരുന്നു ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട്. എന്തിനെ ആസ്പദമാക്കി? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ ബന്ധിപ്പിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റ് വെളുപ്പിക്കുന്നതിന് വേണ്ടി, തെറ്റ് മായ്ച്ചു കളയുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ട് എന്ന അർത്ഥത്തിൽ ഗാന്ധിജി ഇതിനെ എന്തെന്ന് വിളിച്ചത്? വെള്ളപൂശൽ എന്ന് വിശേഷിപ്പിച്ചത്. 1920 ചേംബർ ഓഫ് പ്രിൻസ് അഥവാ നരേന്ദ്രമണ്ഡൽ രൂപീകരിച്ചു. ചേംബർ ഓഫ് പ്രിൻസിന്റെ അല്ലെങ്കിൽ നരേന്ദ്രമണ്ഡലിന്റെ ആദ്യ യോഗം അല്ലെങ്കിൽ ആദ്യ സമ്മേളനം നടന്നത് 1921 പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഈ ചേംബർ ഓഫ് പ്രിൻസ് തന്നെ. ഓക്കെ അല്ലേ? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിലെ ഫിനാൻസ് കമ്മിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നതാണ്. 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പിന്നെ പൊതുമേഖലയുടെ വരവ് ചെലവ് കണക്കുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പോലെ തന്നെ പ്രവർത്തി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത് സർക്കാർ വകുപ്പുകളുടെ വരവ് ചെലവുകൾ കണക്കാണ് പരിശോധിക്കുക. ഓക്കെ. ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്ന കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് ഉണ്ട്. പിന്നെ ബജറ്റിനെ സഹായിക്കുന്ന എന്തുണ്ട്? എസ്റ്റിമേറ്റ് കമ്മിറ്റി ഉണ്ട്. അതിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് പ്രധാനമായും ഓഡിറ്റ് നടപടികളൊക്കെ ചെയ്യുക സർക്കാർ വകുപ്പുകളുടെ. അവർക്ക് സജഷൻസ് നിർദ്ദേശിക്കാം, ഓഡിറ്റിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ പറയാം. ഇതേ കാര്യമാണ് പണ്ട് നരേന്ദ്രമണ്ഡൽ ചെയ്തിരുന്നത്. അതായത് ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ച നാട്ടുരാജാക്കന്മാർ ഉൾപ്പെടുന്ന നരേന്ദ്രമണ്ഡൽ അഥവാ ചേംബർ ഓഫ് പ്രിൻസ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ തുടർന്ന് ഏത് വൈസ്രോയെ കുറിച്ച് പഠിക്കുമായിരിക്കും? ചെംസ്ഫോർഡിന് ശേഷം അധികാരത്തിൽ വരുന്നത് ആരാണ്? റീഡിംഗ് പ്രഭുവാണ്. റീഡിംഗ് പ്രഭുവിനെ കുറിച്ചും അതോടൊപ്പം ഇർവിൻ പ്രഭുവിനെ കുറിച്ചും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ അല്ലേ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരട്ടെ. നമ്മൾ കുറച്ച് ഇതുകൊണ്ട് പഠിക്കുന്നത് ആധികാരികമായിട്ടാണ് പഠിക്കുന്നത്. ഏതൊരു പരീക്ഷ നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരിക്കൽ ഇത് ഇത്രയൊന്ന് പഠിച്ചാൽ സെറ്റാണ് നിങ്ങൾ. പിന്നെ ഹിസ്റ്ററി നിങ്ങൾ തിരിഞ്ഞേ നോക്കേണ്ടി വരില്ല. അതുകൊണ്ട് തുടക്കത്തിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ടോപ്പിക് വൈസ് ആണ്, കുറച്ച് പാടാണ്, കുറച്ച് സമയം പിടിക്കും. കാരണം സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും നമ്മൾ പഠിക്കുന്നത് ആധികാരികമായി ഒരിക്കൽ പഠിച്ചാൽ എഫക്റ്റീവ്ലി സമയം വളരെ ലാഭമാണ്. പിന്നീട് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് മാത്രം മതി. പിന്നീട് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.